1988 നവംബർ 12 യോഗം കഴിഞ്ഞ് 88 നവംബർ 19 യോഗം വന്നപ്പോൾ ആ യോഗത്തിൽ ബഹളം വെച്ച് ഉസ്താദുമാരെ ധിക്കരിക്കുന്ന ഒരു സ്വഭാവം, അത് ശരിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സമത്വയുടെ ചരിത്രത്തിലെ ഈ സംഭവത്തിന്റെ ഗതിവിഗതിയും ഗൗരവവും നിങ്ങൾ ഓർക്ക്. എത്രമാത്രം ഗൗരവമുള്ളൊരു സംഗതിയാണത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി സമത്വയുടെ ക്യാമ്പസിലേക്ക് പോലീസിനെ വിളിക്കേണ്ടി വന്നു. ശംസുലമ ഫോൺ ചെയ്യാൻ പറഞ്ഞു, പോലീസ് വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഷെയ്ഖുനയോട് ചോദിച്ചു, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഷെയ്ഖുന പറഞ്ഞു, യാതൊരു കുഴപ്പവുമില്ല, അവരൊക്കെ സുന്നികളാണ്, നല്ല ഭാഷയിൽ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാനൊരു സൗകര്യം ഉണ്ടാക്കി തന്നാൽ മതി. അങ്ങനെ സമത്വയുടെ ആലിമീങ്ങൾക്ക് ശിഷ്യന്മാർക്കിടയിലൂടെ നടന്നു പോകാൻ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ ചക്കരത്തോപ്പിലെ ബുക്ക് ഡിപ്പോയിൽ നിൽക്കുന്ന ഓഫീസിന്റെ മുമ്പിൽ ഇവർ കൂടി നിന്നപ്പോൾ പോലീസ് വഴിയൊരുക്കി കൊടുത്തു. സമത്വയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം. അതൊരു വേദനയായി ആലിമീങ്ങൾക്ക് തോന്നി. ഉടനെ തന്നെ ആലിമീങ്ങൾ 1988 നവംബർ 19 ഈ ഗരാവോയുടെ പശ്ചാത്തലത്തിൽ ഡിസംബർ 1 മുഷാവറ വിളിച്ചു. ഡിസംബർ 1 മുഷാവറ വിളിച്ചു. മുഷാവറയിൽ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യണം? 88 ഡിസംബർ 1 ചേർന്ന മുഷാവറ നോട്ടീസ് കൊടുത്തപ്പോഴേക്കും സുന്നി യുവജന സംഘത്തിന്റെ ഒരു പ്രവർത്തകൻ എന്ന പേരിൽ ഒരാളെ കൊണ്ട് മുൻസിഫ് കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. അയാൾ കോടതിയിൽ ചെന്ന് പറഞ്ഞു, സമത്വ വ്യവസ്ഥാപിതമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ മിനിറ്റ്സ് ശരിയല്ല, അതിൻ്റെ ജനറൽ ബോഡി ശരിയല്ല, അതുകൊണ്ട് ജനറൽ ബോഡി മെമ്പറായ ഞാൻ വാദിക്കുന്നു, സമത്വയുടെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെക്കണം, സമത്വയുടെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ വാദം കോടതിയിൽ കൊണ്ടുവരുമ്പോൾ കേരള സംസ്ഥാനത്തെ ഒരു ബിദഈ പ്രസ്ഥാനക്കാരനും സമത്വയുടെ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ പോയിട്ടില്ല. സമത്വയുടെ പ്രവർത്തനം നിർത്തിവെക്കണം പറഞ്ഞ് ഒരാളും കോടതിയിൽ പോയിട്ടില്ല. ഇവിടുത്തെ RSSകാരനോ BJPക്കാരനോ കോടതിയെ സമീപിച്ചിട്ടില്ല. നേരെ മറിച്ച് കോടതിയെ സമീപിച്ചത് ആരാണ്? സമത്വയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ വളർന്നു വന്ന ആളുകൾ. കോടതിയെ സമീപിച്ചു. കോടതി പ്രഥമ ദൃഷ്ട്യാ അത് അംഗീകരിച്ചു. മുഷാവറ നിർത്തിവെച്ചു. മുഷാവറ നിർത്തിവെച്ചപ്പോൾ ആരാണ് ഇതിൽ കോടതിയിൽ ഹാജരാകേണ്ടത്? ആരാണ് കേസ് നടത്തേണ്ടത്? പ്രസിഡന്റും സെക്രട്ടറിയും. 1996 മരണപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ 89 അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ട് 7 കൊല്ലം ഇവിടെ ജീവിച്ചു. ആ 7 കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഘടനാ പാടവത്തിൽ വിശ്വാസമുള്ള ഇവർ അദ്ദേഹം ചെയ്ത പ്രവർത്തനം തെറ്റാണെന്ന് കോടതിയിൽ വാദിച്ചിട്ട് അദ്ദേഹം രേഖ കൊടുത്ത് ആ കേസ് സമത്വ വിജയിച്ചിട്ട് ഈ ചെയ്ത് തെറ്റാണെന്ന് അദ്ദേഹത്തോട് പോയൊരു വാക്ക് പറഞ്ഞോ? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഹാജരായി ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞോ? മരണശേഷം അദ്ദേഹത്തിൻ്റെ പേര് നല്ല ലേഖനമിറക്കിയ ആളുകൾ. 92 കണ്ണിയത്ത് ഉസ്താദ് മരണപ്പെടുന്നത്. 89 സമത്വയുടെ പ്രവർത്തനം ശരിയല്ലെന്ന് ഇവർ പറഞ്ഞത്. 3 വർഷം കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിലുണ്ടായിരുന്നല്ലോ ഇവര്. അന്ന് ഷെയ്ഖുന ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന 7 കൊല്ലവും കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന 3 കൊല്ലവും ഇവർ പുതിയ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഇവിടെ അവരോധിച്ചല്ലോ. അവർ മരിച്ചിട്ടാണ് പുതിയ പ്രസിഡന്റും സെക്രട്ടറിയും വരുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ആ 2 ഗുരുവര്യന്മാർക്ക് എന്തേ സുന്നത്തി ജമാഅത്തിൽ പിഴവ് വന്നത്? ആ 2 മഹാന്മാർക്ക് എന്തേ സംഭവിച്ചത്? അവർ ഉൾക്കൊള്ളുന്ന മുഷാവറ എന്തിനാ സ്റ്റേ ചെയ്യിച്ചത്? ആത്മീയ സംഘടനയായ സമത്തെ എന്തിനാ കോടതി കയറ്റിയത്? അതല്ല ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. ആത്മീയ സംഘടനയായ സമത്തെ കോടതി കയറ്റണമായിരുന്നോ? കോടതി കയറ്റിയിട്ട് വല്ലതും കിട്ടിയോ? സമത്തെ കോടതി കയറ്റി എന്ന് മാത്രമല്ല, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ മാന്യമായി കേസ് നടത്തി. സമത്ത് അതിൻ്റെ മിനിറ്റ്സും രേഖയും റെക്കോർഡും ഉത്തരവാദപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചപ്പോൾ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. 1989 ജനുവരി 16 മീറ്റിംഗ് ചേർന്നു. ഡിസംബർ 1 ചേരേണ്ട മീറ്റിംഗ് ജനുവരി 16 ചേർന്നു. സ്റ്റേ വെക്കേറ്റ് ചെയ്തുകൊണ്ട് ജനുവരി 16 മീറ്റിംഗ് ചേർന്ന് സമത്വയുടെ ഔദ്യോഗികമായി മുഷാവറ തീരുമാനം വന്നു. എറണാകുളത്ത് നടക്കുന്ന സമ്മേളനം, അത് മധ്യമേഖലയായാലും SYS ആയാലും ശരി, ആ 2 സമ്മേളനങ്ങളും നിർത്തിവെക്കാൻ സമത്വ തീരുമാനിച്ചിരിക്കുന്നു. സമത്വയുടെ 40 ആലിമീങ്ങൾ, അന്ന് സമത്വ പിളർന്നിട്ടില്ലല്ലോ, സമത്വയുടെ 40 ആലിമീങ്ങൾ കൂടി ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണ്ടേ? അത് അംഗീകരിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഒരു സമ്മേളനമാണോ നമുക്ക് പ്രശ്നം? ഇന്ന് ഐക്യം പറയുന്നവരോട് ചോദിക്കട്ടെ, ഒരു സമ്മേളനമാണോ നമുക്ക് പ്രശ്നം, അതോ സമൂഹത്തിന്റെ വിജയമാണോ?
ഈ സമ്മേളനം ഇപ്പോൾ ഇവിടെ നടത്തണ്ട എന്ന് ഇവിടുത്തെ മഹല്ല് ഭാരവാഹികൾ പറഞ്ഞാൽ ഞങ്ങൾ നടത്തൂല. ഇതിപ്പോൾ ഇവിടെ നടത്തണ്ട എന്ന് SYSO ഇവിടുത്തെ കാരണന്മാരോ പറഞ്ഞാൽ വേണ്ട, ഇതിവിടെ ആവശ്യമില്ലെന്ന് ഇവിടുത്തെ പൊതുജനത്തിൽ തോന്നിയാൽ പിന്നെ എന്തിനാ ഇത്? അവരെ വികാരത്തിന് എതിർ നിൽക്കുമ്പോൾ സംഘടന തളരും, അവരനുകൂലിക്കുമ്പോൾ യോഗം നടത്തിയാലേ സംഘടന വളരൂ. അതാണ് സംഘടനാ ശാസ്ത്രം. മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീനല്ലേ. ബഹുഭൂരിപക്ഷത്തെ വെറുപ്പിച്ചുകൊണ്ട് എന്തിന് സമ്മേളനം നടത്തണം? മുഷാവറ ചേർന്ന് മുഷാവറയിലെ ആളുകൾ തീരുമാനമെടുത്താൽ അത് നടത്തണമോ? അത് നടത്തി, ധിക്കരിച്ചുകൊണ്ട് ആ സമ്മേളനം നടത്തി. ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. ഇവിടെ സമ്മേളനം നടക്കുമ്പോഴും അവർ ചെയ്തു കൊടുക്കുമല്ലോ. മുസ്ലിങ്ങൾ ഭിന്നിച്ചാൽ ഒരു കൂട്ടരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആളെ അയച്ചു കൊടുക്കും. നമ്മൾ കരുതും നമ്മളെ സ്നേഹിച്ചു വരുന്ന ആളുകളാണെന്ന്. നമ്മളെ സ്നേഹിച്ചു വരുന്നവരാകില്ല. ഭിന്നിപ്പ് രൂക്ഷമാക്കുന്നതിന് വേണ്ടി പരസ്പരം പൊക്കാൻ വേണ്ടി പിന്നാലെ ആള് നിന്ന് തക്ബീർ ചൊല്ലാനും കയ്യടിക്കാനും ആളുണ്ടാകും. ഞാൻ ഈ കവലയിൽ ഇറങ്ങി മുസ്ലിങ്ങളുടെ പൊതുധാരക്കെതിരെ ഒന്ന് പ്രസംഗിച്ചു നോക്കട്ടെ. എന്നെ സ്വീകരിക്കാനും കയ്യടിക്കാനും തക്ബീർ ചൊല്ലാനും ധാരാളം ആള് വരും. അതിനനുസരിച്ച് ഞാൻ പൊങ്ങിയാൽ നമ്മുടെ നാട്ടിൽ മഅദനി മുതൽ അതുപോലുള്ള ആളുകളൊക്കെ ഉദാഹരണങ്ങളാണ്. നിങ്ങൾ ഓർത്തു നോക്കണം. തീവ്രവാദം സമൂഹത്തിന്റെ മനസ്സിലേക്ക് പ്രസംഗിച്ച് ആവാഹിച്ചു കൊടുത്തിട്ട് ഒരാഴ്ച മുമ്പ് മഅദനി കാസർഗോഡ് വന്നിട്ട് പ്രസംഗിച്ചു അത്രേ. മനോഹരമായ പ്രസംഗം നടത്തിയിട്ട് തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ ആലിമീങ്ങൾ യുവാക്കളെ ബോധവൽക്കരിക്കണം അങ്ങനെ പറഞ്ഞു. അതിന്റെ മാറ്റം നോക്കണം നിങ്ങൾ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആ രീതിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായെങ്കിൽ പൊക്കാൻ ആളുണ്ടാകും. പക്ഷെ തിരിച്ചറിവ് വൈകുമ്പോഴേക്കും ഒരുപാട് കാലഘട്ടം കഴിയും. നമ്മൾ അങ്ങനെ അപകടത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. കുഞ്ഞുങ്ങൾ തക്ബീർ ചൊല്ലുന്നതിനനുസരിച്ച് ചാടിക്കേറി പറയാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഈ കാര്യം ചെയ്യാവൂ. അത് മറന്നുകൊണ്ട് ഇവർ എറണാകുളത്ത് സമ്മേളനം ആവേശത്തോടെ നടത്തി. ആവേശത്തോടെ നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? സമത്വം നിരീക്ഷിച്ചു. 89 യോഗം ചേർന്നു. ഫെബ്രുവരി 18 മുഷാവറ യോഗം ചേർന്ന് ഔദ്യോഗികമായി തീരുമാനിച്ചു. കഴിഞ്ഞ യോഗ തീരുമാനമാണ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കരുത്, നടത്തരുത്. അതിൽ ആരൊക്കെ പങ്കെടുത്തു? 6 പേര് പങ്കെടുത്തു. അവരെ പേര് വായിച്ചു. ആ 6 പേരെ സമത്വയുടെ ഔദ്യോഗിക പദവിയിൽ നിന്നും മുഷാവറ മെമ്പർഷിപ്പിൽ നിന്നും നീക്കി. ജനറൽ ബോഡി മെമ്പർഷിപ്പ് നിലനിർത്തി. എന്തിന്? ജനറൽ ബോഡി മെമ്പർഷിപ്പ് നിലനിർത്തിയത് അവർക്ക് കടന്നു വരാൻ അവസരമുണ്ടാക്കാനാണ്. സ്വാഭാവികമായും ഈ അച്ചടക്ക നടപടി വരുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ഈ അച്ചടക്ക നടപടി വരുത്തിയതാരാ? ബഹുമാനപ്പെട്ട ഉസ്താദുമാരാണ്. ആ ഉസ്താദുമാർ ഒരു അച്ചടക്ക നടപടി എടുത്താൽ അവരെന്ത് ചെയ്യണം? മഹാന്മാരായ ഉസ്താദുമാരെ അംഗീകരിക്കണം. ഉസ്താദാണ് നടപടി. ഒന്ന് കണ്ണിയത്ത് ഉസ്താദല്ലേ, ജീവിച്ചിരിപ്പുണ്ടല്ലോ. രണ്ടാമത്തെ ഒന്നാരാണ്? രണ്ടാമത്തെ ഒന്ന് ശംസുലമ. 2 പേരും മഹാന്മാരാ. ആ 2 മഹാന്മാർ നടപടി എടുത്താൽ എന്താ ചെയ്യണം? ഗുരുനാഥന്മാരല്ലേ. അവരെ അംഗീകരിച്ചുകൊണ്ട് അവരോട് ഈ വിഷയത്തിൽ നേരിട്ട് വന്നോ മധ്യവർത്തികൾ മുഖേനയോ ചർച്ച ചെയ്ത് വിഷയം അവസാനിപ്പിക്കണം. നേരെ മറിച്ച് കോടതിയിൽ കേസ് കൊടുക്കാൻ പോവുക. കണ്ണിയത്തിനെതിരെ ആരാണ് കണ്ണിയത്ത്? ഈ ആദരവല്ലേ നമ്മളിവിടെ പഠിപ്പിച്ചതൊക്കെ. ആ കണ്ണിയത്ത് പറഞ്ഞു, ആ ശംസുലമ പറഞ്ഞു എറണാകുളം സമ്മേളനം നടത്തരുത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു നടത്തണ്ട. എന്റെ ശിഹാബ് തങ്ങൾ പറയാൻ കാരണം? ശിഹാബ് തങ്ങൾ പറയാൻ കാരണം സമത്വ പറഞ്ഞപ്പോൾ സമൂഹത്തിൽ പുതിയൊരു ഭിന്നിപ്പുണ്ടാകണ്ട എന്ന് കരുതിയിട്ട്. ശിഹാബ് തങ്ങൾ അന്നും ഇന്നും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അഭിമുഖം ചോദിക്കുമ്പോൾ എന്താ തരാൻ കാരണം? ഒരു പുതിയ ഭിന്നിപ്പിനി വേണ്ട എന്ന് കരുതിയിട്ട്. അന്ന് പോകണ്ടെന്ന് പറഞ്ഞതും ഇന്ന് അഭിമുഖം തരുന്നതും ഒക്കെ സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയാണ്. അവിടെ ശിഹാബ് തങ്ങൾ നിന്നിട്ടുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കുന്ന നേരെ തിരിച്ചാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നാണ്. സമൂഹത്തിന്റെ ഐക്യം നിലനിർത്തുന്ന പുതിയൊരു ഭിന്നിപ്പ് വേണ്ട. അന്ന് പറഞ്ഞു നിങ്ങൾ എറണാകുളത്തേക്ക് പോകണ്ട, പുതിയ ഭിന്നിപ്പ് ഉണ്ടാക്കണ്ട. അതിനെന്താ തെറ്റ്? ആ രീതിയിൽ ബഹുമാനപ്പെട്ട സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞപ്പോൾ പുതിയൊരു ഭിന്നിപ്പില്ലാതിരിക്കാനെന്ന് ബഹുമാനപ്പെട്ട സമത്വയോടൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അത് പറഞ്ഞത് എന്തുകൊണ്ട്? പുതിയൊരു ഭിന്നത വേണ്ടാതിരിക്കാൻ. പക്ഷെ ഇവരത് ചെയ്തപ്പോൾ ഇവർ വേറിട്ട് പോയത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ? ഇവരന്ന് ചെയ്ത ഏറ്റവും വലിയ ധിക്കാരം എന്താണ്? മഹാന്മാരായ ഗുരുവര്യന്മാർക്കെതിരെ. ഗുരുനാഥന്മാരല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവര് പറയും ഇദ്ദേഹം ആരാ? ബഹുമാനപ്പെട്ട KK ഉസ്താദിന്റെ ശിഷ്യനാണ്, മറുഭാഗത്ത് ജനറൽ സെക്രട്ടറി. ശംസുലമയുടെ ശിഷ്യനാണ്, മറുഭാഗത്ത് പ്രസിഡന്റ്. OK ഉസ്താദാണ് എൻ്റെ ഉസ്താദ് എന്ന് പറയുന്നുവെങ്കിൽ OK ഉസ്താദ് നന്ദി സ്മരണികയിൽ എഴുതി ശംസുലമയാണ് എൻ്റെ ഉസ്താദ്. അവ ശംസുലമ കേരളത്തിലെ ഉസ്താദാണ്. ശംസുൽ ഉലമയുടെയും ഉസ്താദാണ് കണ്ണിയത്ത്. ഗുരുപരമ്പരയ്ക്ക് പ്രാധാന്യമില്ലേ? ആ ഗുരുക്കന്മാരെ ധിക്കരിച്ചു. എന്നിട്ട് ഇവരെ നേരെ കോഴിക്കോട്ട് അഭിഭാഷകന്റെ മുമ്പിൽ ചെന്നു.
അഭിഭാഷകന്റെ മുന്നിൽ ചെന്നപ്പോൾ അഭിഭാഷകൻ സമത്തയുടെ ഭരണഘടന